പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ പകരം നിനക്ക് നൽകാൻ ഒന്നുമില്ലാത്ത ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. പകരം നിനക്ക് തരാൻ ഒന്നുമില്ലാത്ത മനുഷ്യരെ ക്ഷണിക്കുക, അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. വചനം അതേപടി ജീവിച്ച ഒരു വിശുദ്ധനെ ഇന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. ഈ ചെറിയവരൊരാൾക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ആ കർത്താവിൻ്റെ വചനം ഈ ലോകത്ത് ഇതുപോലെ പ്രാവർത്തികമാക്കിയ, ഇതുപോലെ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്ത, ഇതുപോലെയും ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ. പാവപ്പെട്ടവരെ മറക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മളിങ്ങനെ വേട്ടയാടുന്ന കണക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ട്. പാവപ്പെട്ടവരെ മറക്കരുത്. ദസ്തവേസ്കിയുടെ നോവലിലെ ഒരു കഥാപാത്രം പറയണത് പോലെ എല്ലാറ്റിനോടും ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ എനിക്ക് കുറച്ചേറെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഐ ഹാവ് നോൺ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞവനാ. എല്ലാവർക്കും എല്ലാറ്റിനോടും ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് കുറച്ച് ഐ ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി. കാരണം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞവനാ. പാവപ്പെട്ടവരെ മറക്കരുത്. ഇങ്ങനെ അവർക്ക് വേണ്ടി ജീവിതം ജീവിച്ചൊരു വിശുദ്ധൻ, സാമൂഹിക നീതിയുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അതായത് എൻ്റെ കൺമുന്നിൽ ഞാൻ നടന്നു പോകുന്ന നേരത്ത് എൻ്റെ കയ്യിൽ 2 അപ്പമുണ്ടെങ്കിൽ വിശന്ന് വഴിയരികിൽ കിടക്കുന്ന ഒരാൾക്ക് അപ്പം അവകാശപ്പെട്ടതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് ഈ തിരുനാൾ നമ്മുടെ മുന്നിൽ. പ്രാക്ടിക്കലല്ല, അല്ലെന്ന് നമ്മൾ പറയും, പക്ഷെ അത് ആണെന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി കാണിച്ചു തന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ ക്രിസ്തുവിനെ കണ്ട് അവരെ സ്നേഹിച്ച, സേവിച്ച മഹാവിശുദ്ധനായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. നമ്മളുടെ ചുറ്റും ഇങ്ങനെ സങ്കടപ്പെടുന്നവർ പെരുകുമ്പോൾ, വിശക്കുന്നവർ പെരുകുമ്പോൾ, ഇല്ലെന്നാരാ പറഞ്ഞേ? കഴിഞ്ഞ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് മേടയിലിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറയണച്ചാ, ഈ ക്രിസ്മസിൻ്റെ അന്ന് ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അതോടുകൂടെ ഒരു വികാരിയച്ഛൻ എന്നുള്ള രീതിയിൽ എൻ്റെ സന്തോഷം മുഴുവൻ അങ്ങ് തീർന്നു. നമ്മുടെ ചുറ്റും ഇങ്ങനെ മനുഷ്യർ വിശന്നിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ പറ്റണേ? ഇങ്ങനെയൊരു ചോദ്യം ഉള്ളിലേക്ക് ഇട്ട് തരുന്നുണ്ട് വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ തിരുനാൾ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പും വിദ്വേഷവുമായി ഈ ലോകത്തെ മുഴുവൻ ഇങ്ങനെ വേട്ടയാടി നടക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. കാരണം അദ്ദേഹം ജീവിച്ചത് അങ്ങനെയായിരുന്നു. ജനിച്ചപ്പോൾ മുതലുണ്ടായിരുന്ന അപമാനങ്ങൾ, ഏൽക്കേണ്ടി വന്ന അപമാനങ്ങൾ, മാറ്റി നിർത്തപ്പെട്ട കാരണങ്ങൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ കളറായിരുന്നു. പിന്നെ ഇങ്ങനെ അപ്പൻ പോലും അംഗീകരിക്കാത്ത വിധത്തിലും ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, അടിമയായി വിൽക്കപ്പെട്ട ഒരാൾ, മെഡിസിൻ കൂടെ നിന്ന് പഠിച്ചിട്ട് അതിൻ്റെ പേരിൽ കള്ളത്തരമാണെന്ന് പറഞ്ഞ് അടിയേൽക്കേണ്ടി വരുന്ന ദിവസങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരാൾ തീരുമാനിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഈ കയ്പനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരെയൊക്കെ ഒന്ന് വീണ്ടെടുക്കണം. ഈശോയെക്കുറിച്ച് പറയണത് പോലെ ഹി ഈസ് എ വൂണ്ടഡ് ഹീലർ. അവൻ്റെ മുറിവിനാലാണ് നമ്മൾ സൗഖ്യപ്പെട്ടത്. മാർട്ടിൻ ഡി പോറസിൻ്റെ ജീവിതത്തിൽ അയാൾക്ക് ലഭിച്ച ഈ കയ്പനുഭവങ്ങൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളെ അവരുടെ കയ്പിൽ നിന്ന് തിരികെ എടുക്കാനായിട്ട് കാരണമായി എന്നുള്ളതാണ്. എന്തൊരു സ്നേഹമായിരുന്നു ഇയാൾക്ക് കൂടെയുള്ളവരോട്. ഈ വിശുദ്ധനോട് ഇത്രയും ആദരവ് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. പറ്റിക്കുകയാണെന്ന് നമുക്ക് പുറത്തു നിന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യത്തിൽ പോലും അയാളോടുള്ള സ്നേഹം കൊണ്ട് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ഭക്ഷണം കൊടുക്കും, അയാളുടെ കൂടെ നിൽക്കും, സമയം കൊടുക്കും, അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. എന്തൊരു സ്നേഹമായിരുന്നു ഈ മനുഷ്യന് തൻ്റെ കൺമുൻപിൽ കാണുന്ന മനുഷ്യരോട്. സഹോദരനാണ്, സഹോദരിയാണെന്നുള്ള രീതിയിൽ ചേർത്ത് പിടിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി ഇടപെടുകയും അവർക്ക് വേണ്ടി ഒച്ചയുയർത്തുകയും ചെയ്ത ഒരു വിശുദ്ധൻ. അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടെ അവർക്ക് വേണ്ടി അവരുടെ ഓരം ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വിശുദ്ധൻ.
തനിക്കുണ്ടായിരുന്നതെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ദാനം ചെയ്യാൻ മാത്രമല്ല, ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കാനായി മനസ്സ് കാണിച്ചൊരു വിശുദ്ധൻ. ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നില്ലേ? തീർച്ചയായും അവിടുന്ന് പറഞ്ഞ ഈ സഹോദര സ്നേഹത്തിന് ഉത്തമ ദൃഷ്ടാന്തമായി ജീവിച്ച് കാണിച്ചു തന്നൊരു വിശുദ്ധൻ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. തള്ളിപ്പറഞ്ഞവരോടും തന്നെ ഇങ്ങനെ അടിമയായി വിറ്റവരോടും ഒന്നും ഒരു വിദ്വേഷം നിറഞ്ഞ ഒരു വാക്ക് പോലും പറയാതെ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിക്ക് മീതെ ജീവിക്കാൻ പറ്റിയത്? കർത്താവിൻ്റെ മുൻപിൽ അന്ത്യത്താഴത്തിലിരിക്കുന്ന മനുഷ്യരെ കാണണം. നാളെ ഒരാൾ ഒറ്റിക്കൊടുക്കും, പിന്നെ ഒരാൾ തന്നെ തള്ളിപ്പറയും, ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. ഇതൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഈ പരാതിയോ കണക്ക് പറച്ചിലുകളോ ഇല്ലാതെ സ്വന്തം ശരീരം എടുത്തിങ്ങനെ വാഴ്ത്തി വിഭജിച്ചു കൊടുത്തിട്ട് പറയാനുണ്ടല്ലോ, നിങ്ങൾ സ്വീകരിക്കുക, കഴിക്കുക. ഈ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം ജീവിച്ച മനുഷ്യൻ. അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ കർത്താവ് കാണിച്ചു തന്നതുപോലെ തൻ്റെ കൺമുൻപിൽ കാണുന്നവരെയെല്ലാം സ്നേഹപൂർവ്വം മാത്രം ചേർത്ത് പിടിക്കണമെന്ന്, അവർക്ക് അർഹതയില്ലാതിരുന്നിട്ട് പോലും കരുണയോടുകൂടി അവരിലേക്ക് ഇടപെടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നൊരു വിശുദ്ധൻ. പറയാൻ ഒരുപാടുണ്ടെന്നേ. ഈ തിരുനാൾ പക്ഷേ നമുക്ക് ആയിട്ട് അവശേഷിപ്പിക്കുന്ന ഒരേ ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്: പാവപ്പെട്ടവരെ മറക്കരുത്, പാവപ്പെട്ടവരെ മറക്കരുത്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതുപോലെ ആർദ്രമാക്കി തീർക്കാൻ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൂടെയുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക്, അവരുടെ സങ്കടങ്ങളിലേക്ക്, അവരുടെ ഇല്ലായ്മകളിലേക്ക് ദൂരെയൊന്നും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാധ്യത. അവരിലേക്കൊക്കെ ഒന്ന് സ്നേഹപൂർവ്വം ഇറങ്ങിച്ചെല്ലാൻ, എന്നെ വേദനിപ്പിക്കുന്ന നേരത്തും ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ട വിശുദ്ധമായ സ്നേഹം കൊണ്ട്, സ്വർഗീയമായ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിധിയും പ്രതിഫലവുമൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണെന്ന് ഓർത്തിട്ട് വേണം ഇന്ന് ഉറങ്ങാൻ പോകാൻ. ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്തു? ഇതിൻ്റെ ബേസിലാണ് വിധി വരുന്നത്, ഇതിൻ്റെ ബേസിലാണ് പ്രതിഫലം കിട്ടുന്നത്. ഈ ഒരു ദിവസമെങ്കിലും എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടാവണം. ഇത്രയും കാലത്തെ ജീവിതം ഈ ഒരു സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം കിടക്കാൻ. അങ്ങനെയല്ലെങ്കിൽ ഈ രാത്രി മുതൽ കർത്താവെ, നിന്റെ സ്നേഹമായി ജീവിക്കാൻ കൃപ തരണമേ എന്ന വലിയ കൊതിയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.